സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരുമുന്നണികളും തുല്യശക്തികൾ. നെടുങ്കണ്ടത്ത് ഇത്തവണ പോരാട്ടം കനക്കും. പഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ NDA. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് KPCC സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ. ശബരിമലയിൽ അന്നദാനത്തിന് സദ്യ നൽകുന്നത് സംബന്ധിച്ച് ഡിസംബർ 5 നടക്കുന്ന ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വീടുകളിലേക്കും കാട്ടുപന്നിക്കൂട്ടം. ഇടുക്കി നെടുങ്കണ്ടം BEd കോളേജിന്റെ എതിർവശത്തെ വീട്ടിലാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 12ഓളം കാട്ടുപന്നികൾ എത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഇരുമുന്നണികളും തുല്യശക്തികൾ. നെടുങ്കണ്ടത്ത് ഇത്തവണ പോരാട്ടം കനക്കും. പഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ LDAയും കളം നിറഞ്ഞതോടെ നെടുങ്കണ്ടത്തെ പോരാട്ടം ഇത്തവണ പ്രവചനാതീതം. ഇടതിനെയും വലതിനെയും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള ചരിത്രമാണ് നെടുങ്കണ്ടത്തിനുള്ളത്. ഇത്തവണയും പോരാട്ടം പ്രവചനാതീതമാണ്. കഴിഞ്ഞ തവണ 22 വാർഡുകളിൽ LDF 14, UDF 8 എന്നതായിരുന്നു കക്ഷിനില. കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം ഇടതിന് നേട്ടമായപ്പോൾ വിമതശല്യം ഉറച്ച വാർഡുകൾ പോലും UDFന് നഷ്ടമാകാൻ ഇടയാക്കി. ഇത്തവണ 24 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. നഗരവികസനം ഉൾപ്പെടെ നടപ്പിലാക്കിയ വൻ പദ്ധതികളിൽ ഊന്നിയാണ് LDF ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. മുൻവർഷത്തേക്കാൾ കൂടുതൽ വാർഡുകൾ കരസ്ഥമാക്കി ഭരണം നിലനിർത്താനാവുമെന്നാണ് LDF പ്രതീക്ഷ. നെടുങ്കണ്ടം പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം കൈവരിക്കുകയും വീണ്ടും LDF ഭരണം അധികാരത്തിൽ വരികയും ചെയ്യും. 503,90,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഗ്രാമപഞ്ചായത്തും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്തും ബഹുമാന്യനായ MLA സഖാവ് മണിയാശാൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വികസന രേഖ കൃത്യമായി എല്ലാ വീടുകളിലും ഞങ്ങൾ എത്തിക്കുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ. അതുകൊണ്ട് തന്നെ LDFന്റെ വിജയം സുനിശ്ചിതമാണ്. ടൗണിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോലും LDF ഭരണസമിതിക്ക് കൃത്യമായ ഇടപെടൽ നടത്താനായിട്ടില്ലെന്നാണ് UDF ആരോപണം. ഭരണസമിതിക്കുള്ളിലെ വടംവലികളും വികസന പ്രതിസന്ധിക്ക് കാരണമായെന്ന് UDF ആരോപിക്കുന്നു. നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടിക്കൊണ്ട് UDF ഈ പ്രാവശ്യം ഭരണം പിടിച്ചെടുക്കും. കഴിഞ്ഞ പ്രാവശ്യം കപ്പിനും ചുണ്ടിനും ഇടയിൽ പോയ 6-7 സീറ്റുകളുടെ പരാജയമാണ് UDFന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരാജയത്തിന് കാരണമായിട്ടുള്ളതെങ്കിൽ ഈ പ്രാവശ്യം ഒരു 18-ന് മുകളിൽ സീറ്റുകളുടെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെ അതിശക്തമായി കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും തിരിച്ചു വരും. കഴിഞ്ഞ കുറേ കാലങ്ങളായി നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഈ UDF തുടങ്ങിവെച്ച വികസനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പോലും കഴിയാത്ത എല്ലാ 2 വർഷവും കൂടുമ്പോൾ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും മാറുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു മാറ്റവും നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. വലിയ ഭൂരിപക്ഷം ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായ വാർഡുകളിൽ ഉൾപ്പെടെ ശക്തമായ പോരാട്ടത്തിനാണ് NDA തയ്യാറെടുക്കുന്നത്. പഞ്ചായത്തിലെ 21 വാർഡുകളിലാണ് NDA സ്ഥാനാർത്ഥികൾ ഉള്ളത്. എല്ലാവരും BJP ടിക്കറ്റിലാണ് മത്സരിക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ NDAയുടെ സാരഥികൾ 21 വാർഡുകളിലാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. ഈ 21 വാർഡുകളിൽ കഴിഞ്ഞ മത്സരത്തിൽ 3 വാർഡുകളിൽ NDA സ്ഥാനാർത്ഥികൾക്ക് 2ാം സ്ഥാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നു. ആ വാർഡുകളിൽ നമ്മൾ വീണ്ടും സ്ഥാനാർത്ഥിയെ വളരെ ശക്തമായ രീതിയിൽ ആ വാർഡ് തിരിച്ച് നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തത്തക്ക രീതിയിലുള്ള പ്രകടനം ആണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് നെടുങ്കണ്ടം പഞ്ചായത്തിലെ NDAയ്ക്ക് ഈ പ്രാവശ്യം മിക്ക വാർഡുകളിലും തന്നെ മെമ്പർ ഉണ്ടാവണം. ഞങ്ങളുടെ പദ്ധതികൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി
BJPയുടെ സാരഥികൾക്ക് മാത്രമേ കഴിയുള്ളൂ. വിമതശല്യം, അപരന്മാർ തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഇത്തവണയും പഞ്ചായത്തിലുണ്ട്. ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് ഏത് മുന്നണി ഉടുമ്പൻചോല താലൂക്ക് ആസ്ഥാന പട്ടണത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കുമെന്നാണ് വോട്ടർമാർ നോക്കിക്കാണുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് KPCC സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കലാർ. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്നും അയ്യപ്പ ഭക്തരുടെ മനസ്സിനേൽപ്പിച്ച മുറിവിന് മറുപടി പറയുമെന്നും അദ്ദേഹം ശബരിമല ശ്രീ അയ്യപ്പന്റെ കാര്യത്തിൽ ജനങ്ങൾ വേദനയിലാണ്. N. വാസുവും പത്മകുമാറും മുരാരി ബാബുവും അറസ്റ്റിലായതുപോലെ അന്വേഷണം ശരിയായ നിലയിലെത്തിയാൽ കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തും PN വാസവനും ജയിലറയ്ക്കുള്ളിലാകുമെന്നും അദ്ദേഹം സിറ്റി വിഷനോട് പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പ്രതിക്കൂട്ടിലാണ്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അവരെ ഏൽപ്പിച്ച ദേവസ്വം ബോർഡ്, അവരുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SITയുടെ അന്വേഷണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഒരു സംശയവുമില്ല, ഈ അന്വേഷണം ഇപ്പോൾ N. വാസു അറസ്റ്റിലായതുപോലെ, അതേപോലെ പത്മകുമാർ അറസ്റ്റിലായതുപോലെ, മുരാരി ബാബു അറസ്റ്റിലായതുപോലെ, അടുത്തതിനി കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തും അതിനുശേഷം VN വാസവനിലേക്കും ഈ അന്വേഷണം തീർച്ചയായിട്ടും എത്തിയാൽ അവർ കൂടി ജയിലിനകത്താകുന്ന നിലയിലേക്ക് തന്നെ ഏറ്റവും വലിയ പരുങ്ങിയ നിലയിലേക്ക് CPMൻ്റെ സ്ഥിതി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല ശ്രീ അയ്യപ്പൻ്റെ സന്നിധിയിൽ ഈ പറഞ്ഞതുപോലെ കോടാനകോടി ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ആ ജനങ്ങളുടെ എല്ലാം മനസ്സ് വലിയ മുറിപ്പെട്ടിരിക്കുകയാണ്, അവർക്ക് വലിയ സങ്കടക്കടലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകളെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇനി ശരണമന്ത്രം. ശബരിമലയിൽ അന്നദാനത്തിന് സദ്യ നൽകുന്നത് സംബന്ധിച്ച് ഡിസംബർ 5 നടക്കുന്ന ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. നേരത്തെ ഡിസംബർ 2 മുതൽ ഉച്ചയ്ക്ക് സദ്യ നൽകി തുടങ്ങാനായിരുന്നു തീരുമാനം. നിലവിൽ ഉച്ചയ്ക്ക് പുലാവാണ് നൽകുന്നത്. ഇത് സീസൺ മുഴുവൻ നൽകാനാണ് കരാറുകാരന് കരാർ നൽകിയിരിക്കുന്നത്. പുലാവ് മാറ്റി സദ്യ നൽകിയാലുള്ള നിയമപ്രശ്നങ്ങളും സദ്യ വിളമ്പാൻ വേണ്ടിവരുന്ന അധികം സൗകര്യങ്ങളെക്കുറിച്ചും പഠിച്ച റിപ്പോർട്ട് നൽകാൻ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച ശേഷം ബോർഡ് യോഗം ചേർന്നാണ് സദ്യക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. സദ്യ നൽകി തുടങ്ങുന്ന തീയതി താൽക്കാലികമായി നീട്ടിവെച്ചത് മാത്രമാണെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ചാലുടൻ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കും. പമ്പയിൽ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ തിരിച്ചെടുത്ത നദിമാലിന്യമുക്തമാക്കാനായി 8 കരാർ തൊഴിലാളികളെ നിയോഗിച്ചിട്ടുണ്ട്. പമ്പയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നതിനെതിരെ ബോധവൽക്കരണം നടത്താനായി പോലീസ്, ഹോംഗാർഡ് അംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണിത്. സിറ്റി വിഷൻ, സന്നിധാനം. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പ്രധാനമാണ് അയ്യപ്പന്റെ അംഗരക്ഷകനും ഉറ്റ ചങ്ങാതിയുമായ വാവരുസ്വാമി. അയ്യപ്പനെ കാണാനെത്തുന്ന തീർത്ഥാടകർ 18ാം പടിക്ക് താഴെയുള്ള വാവരുനടയും സന്ദർശിക്കുന്നു. ഇവിടെ തീർത്ഥാടകർക്ക് പ്രസാദമായി നൽകുന്നത് കൽക്കണ്ടവും കുരുമുളകുമാണ്. രുചിയിൽ മധുരവും എരിവും നിറത്തിൽ കറുപ്പും വെളുപ്പും സമ്മേളിക്കുന്ന പ്രസാദം ഓർമ്മ വെച്ച നാൾ മുതൽ നൽകി വരുന്നതായി മുഖ്യകർമ്മി KS നൌഷറുദ്ദീൻ മുസ്ലിയാർ പറയുന്നു. സിദ്ധനും വൈദികനുമായിരുന്നു എന്ന് കരുതപ്പെടുന്ന വാവരുടെ ഓർമ്മയിലാണ് പ്രസാദ വിതരണം. ഇവിടെ നിന്ന് ഭക്തർക്ക് പ്രസാദം കൊടുക്കുന്നതിന് പുറമെ ചില ഭക്തർ കൽക്കണ്ടവും കുരുമുളകും നടയിലേക്കും നൽകാറുണ്ട്. തൊണ്ടവേദനയ്ക്കും ജലദോഷത്തിനുമുള്ള ഔഷധമായും പ്രസാദം സേവിക്കുന്നവരുണ്ട്. 40 വർഷത്തോളം കർമ്മിയായി വാവരുനടയിലുണ്ടായിരുന്ന മുസ്ലിയാർ 2 വർഷം മുമ്പാണ് മുഖ്യ കർമ്മിയായത്. വാവരുടെ പിൻതലമുറക്കാർ എന്ന് കരുതപ്പെടുന്ന പത്തനംതിട്ട, മല്ലപ്പള്ളി, വായ്പൂർ, വെട്ടിപ്പിലാക്കൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് വാവരുനടയിലെ മുഖ്യ കർമ്മിയെ തീരുമാനിക്കുക. വാവരുടേതെന്ന് കരുതുന്ന ഉടവാളും വാവരുനടയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, സന്നിധാനം. ഇടവേള.
1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. വീടുകളിലേക്കും കാട്ടുപന്നിക്കൂട്ടം. ഇടുക്കി നെടുങ്കണ്ടം BEd കോളേജിന്റെ എതിർവശത്തെ വീട്ടിലാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 12ഓളം കാട്ടുപന്നികൾ എത്തിയത്. കിഴക്കേക്കവല ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് പിന്നിൽ താമസിക്കുന്ന വട്ടക്കുന്നേൽ വിജേഷിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടുപന്നികൾ എത്തി ചെടികളും പറമ്പിലെ കൃഷികളും നശിപ്പിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാട്ടുപന്നികൾ ഇവിടെ സ്ഥിരം സാന്നിധ്യമാണ്. രാത്രി 11:30യോടെയാണ് പന്നിക്കൂട്ടം ഇരച്ചെത്തുന്നത്. 2 വലിയ പന്നികളും 10ഓളം പന്നിക്കുഞ്ഞുങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത്. വീട്ടുമുറ്റത്തെ ചെടികൾ നശിപ്പിച്ചതിന് പിന്നാലെ പറമ്പിലെ മണ്ണ് കുത്തിമറിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ചേമ്പ്, കാച്ചിൽ, കപ്പ, വാഴ അടക്കമുള്ള എല്ലാ കൃഷികളും പന്നികൾ കുത്തിമറിച്ച് നശിപ്പിച്ചു. ശനിയാഴ്ച നടന്ന ഈ അക്രമത്തിന് പിന്നാലെ ഞായറാഴ്ചയും പന്നികൾ ഇവിടെ എത്തി. 2 ദിവസങ്ങളിലും വിജേഷ് വീട്ടിലില്ലായിരുന്നു. ഭാര്യയും മക്കളും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. മുമ്പും പ്രദേശത്ത് കാട്ടുപന്നികളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം എണ്ണം ഒന്നിച്ചു വരുന്നത് ആദ്യമായാണ്. രാത്രികാലങ്ങളിൽ പ്രദേശത്തെ പല വീടുകളിലും പന്നിക്കൂട്ടം എത്തി കൃഷികൾ നശിപ്പിക്കാറുണ്ട്. വിഷയം ചൂണ്ടിക്കാട്ടി വനംവകുപ്പിന് പരാതി നൽകുമെന്ന് വിജേഷ് പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പൂപ്പാറ വേളാങ്കണ്ണി മാതാപള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളും മരിയൻ കൺവെൻഷനും 4 മുതൽ 7 വരെ നടക്കുമെന്ന് വികാരി ഫാദർ ജോസഫ് കോയിക്കൽ, ജെയിംസ് കളപ്പുര, കൈക്കാരന്മാരായ ദേവസ്യ പുല്ലാട്ട്, തോമസ് കുരുമ്പേൽ, ജോർജ് ചുണ്ടൻകുഴി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹമുള്ളവരെ, ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഗോള കത്തോലിക്കാ സഭയിൽ ആഘോഷിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് പൂപ്പാറ വേളാങ്കണ്ണി മാതാ പള്ളിയിൽ മരിയൻ കൺവെൻഷനും തിരുനാളും ഏറ്റവും ആഘോഷമായി നടത്തുകയാണ്. ഡിസംബർ 4, 5, 6, 7 തീയതികളിലാണ് തിരുനാളും മരിയൻ കൺവെൻഷനും നടത്തുക. 4, 5, 6 തീയതികളിൽ മരിയൻ കൺവെൻഷൻ നടത്തുന്നത് ബ്രദർ ബേബി ജോൺ കലയന്താനിയും ഇടുക്കി രൂപതയുടെ ധ്യാനകേന്ദ്രമായ നെടുങ്കണ്ടം കരുണാ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജെയിംസ് മാക്കിലച്ചനും ചേർന്നാണ്. ഈ കൺവെൻഷൻ ആരംഭിക്കുക രാവിലെ 9:30 മുതലാണ്. 4 മണിക്ക് അവസാനിക്കുകയും ചെയ്യുന്നു. 4-ാം തീയതി രാവിലെ 9:30 പൂപ്പാറ ടൗൺ കുരിശുപള്ളിയിൽ നിന്നും ജപമാല റാലി ആരംഭിക്കും. 10:30 തിരുനാൾ കൊടിയേറ്റ്, നൊവേന എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന മരിയൻ കൺവെൻഷൻ ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് നരിത്തൂക്കിൽ ഉദ്ഘാടനം ചെയ്യും. 11 മുതൽ 1:30 വരെ ബ്രദർ ബേബി ജോൺ കലയന്താനി നയിക്കുന്ന മരിയൻ കൺവെൻഷൻ നടക്കും. 2-ന് തിരുനാൾ കുർബാന, ഫാദർ ജോസഫ് നടുപ്പടവിൽ അഭിഷേക ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ നടക്കും. 5-ാം തീയതി രാവിലെ 9:30 ജപമാല ആരാധന. 10 മുതൽ 1:30 വരെ മരിയൻ കൺവെൻഷൻ ബ്രദർ ബേബി ജോൺ കലയന്താനി നേതൃത്വം നൽകും. ഉച്ച കഴിഞ്ഞ് 2-ന് തിരുനാൾ കുർബാന, ഫാദർ ജോസഫ് മേനമൂട്ടിൽ അഭിഷേക ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം. 6-ാം തീയതി രാവിലെ 9:30 ജപമാല ആരാധന. 10 മുതൽ 1:30 വരെ നടക്കുന്ന മരിയൻ കൺവെൻഷന് ഫാദർ ജെയിംസ് മാക്കിയിൽ നേതൃത്വം നൽകും.
ഉച്ചകഴിഞ്ഞ് 2-ന് തിരുനാൾ കുർബാന ഫാദർ ജോർജ് നെടുപ്പറമ്പിൽ, അഭിഷേക ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, 5-ന് തിരുനാൾ പ്രദക്ഷിണം, പൂപ്പാറ ടൗൺ കപ്പേളയിലേക്ക്, 6-ന് തിരുനാൾ സന്ദേശം ഫാദർ ജിൻസ് കാരക്കാട്ട്, 7-ന് സമാപനാശീർവാദം, പാച്ചോർ നേർച്ച, 7-ാം തീയതി രാവിലെ 8:30-ന് മുരിക്കുംതൊട്ടി പള്ളിയങ്കണത്തിൽ വാഹനവെഞ്ചരിപ്പ് നടക്കും. 8:45-ന് ജപമാല വാഹന റാലി മുരിക്കുംതൊട്ടിയിൽ നിന്നും ആരംഭിച്ച് പൂപ്പാറയിലെത്തും. 10:30-ന് ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം ഫാദർ ജിതിൻ വടക്കേൽ, 12:30-ന് ആഘോഷമായ ടൗൺ പ്രദക്ഷിണം, സമാപനാശീർവാദം, 1:30-ന് സ്നേഹവിരുന്ന് എന്നിവയാണ് തിരുനാൾ പരിപാടികൾ. എല്ലാ ആദ്യ വ്യാഴാഴ്ചയും പൂപ്പാറ പള്ളിയിൽ രാവിലെ 9:30 മുതൽ 2 വരെ മരിയൻ കൺവെൻഷൻ നടത്തപ്പെടുമെന്നും വികാരി അറിയിച്ചു. സിറ്റി വിഷൻ, പൂപ്പാറ. റോട്ടറി ആൻഡ്സ് ക്ലബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഡിസംബർ 3 കട്ടപ്പന ഗ്രീൻ വേൾഡ് ഓഫീസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. പ്രമേഹം മൂലമുള്ള കണ്ണ് സംബന്ധമായ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി അത്യാവശ്യവും ഫലപ്രദവുമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് റോട്ടറി ആൻഡ്സ് ക്ലബ് ഓഫ് കട്ടപ്പന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഡിസംബർ 3 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ ഗ്രീൻ വേൾഡ് അമർജവാൻ റോഡ് പുതിയ സ്റ്റാൻഡ് സമീപം വെച്ച് നടത്തപ്പെടുന്നു. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന, കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം, ഇടുക്കി ജില്ലാ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുന്നത്. ആരോഗ്യ കേന്ദ്രം, ഇടുക്കി ജില്ലാ ആശുപത്രി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രമേഹം അതായത് കണ്ണിനെ ബാധിക്കുന്ന അസുഖം കണ്ടെത്തുന്നതിനുള്ള ഈ പ്രത്യേക ക്യാമ്പ് നടത്തുന്നത്. റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ 3205 ഹാർമണി പ്രൊജക്റ്റായ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ എന്ന പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ഡോക്ടർ എ വി ജോസഫ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് നഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാലിയും സന്ദേശ പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡോക്ടർ എ വി ജോസഫ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജൂലി ജോഷുവയും വൈസ് പ്രിൻസിപ്പൽ സാജൻ മാത്യു, SNA യൂണിറ്റ് അഡ്വൈസർ ശ്രീമതി ഡോണ ബാബു ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡിസംബർ 1-ന് ആചരിക്കുന്ന ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി ഡോക്ടർ എ വി ജോസഫ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് നഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാലിയും സന്ദേശ പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ എ വി ജോസഫ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജൂലി ജോഷിയായും വൈസ് പ്രിൻസിപ്പൽ സാജൻ മാത്യു, SNA യൂണിറ്റ് അഡ്വൈസർ ഡോണ ബാബുവും ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി വരെ HIV പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും നമുക്ക് കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ റാലി സംഘടിപ്പിച്ചു. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ മുഖേന എയ്ഡ്സ് വിരുദ്ധ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിച്ചു. പരിപാടി സ്റ്റുഡന്റ് നഴ്സ് അസോസിയേഷൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി നന്ദി പ്രകാശനത്തോടെ സമാപിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,905 രൂപ, പവന് 95,240 രൂപ, വെള്ളി ഗ്രാമിന് 196 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരുമുന്നണികളും തുല്യശക്തികൾ. നെടുങ്കണ്ടത്ത് ഇത്തവണ പോരാട്ടം കനക്കും. പഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ NDA. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് KPCC സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ. ശബരിമലയിൽ അന്നദാനത്തിന് സദ്യ നൽകുന്നത് സംബന്ധിച്ച് ഡിസംബർ 5-ന് നടക്കുന്ന ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വീടുകളിലേക്കും കാട്ടുപന്നിക്കൂട്ടം. ഇടുക്കി നെടുങ്കണ്ടം BEd കോളേജിന്റെ എതിർവശത്തെ വീട്ടിലാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 12ഓളം കാട്ടുപന്നികൾ എത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.